ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് വയ്യായിക, ചുമ, പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൗണ്ടിൻ്റെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ സൗണ്ട് കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായത് കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ പ്ലേ ബട്ടൺ അൺബോക്സിങ് ആയിരുന്നു. ഒത്തിരി പേര് കണ്ടിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയും ഫേസ്ബുക്കിലൊക്കെ എനിക്ക് ആശംസകളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്യാരറ്റ് വെച്ചിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഓവനൊന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ പ്രഷർ കുക്കറോ അല്ലെങ്കിൽ പാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം ഞാനിവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് ചീകി എടുക്കാം. ക്യാരറ്റ് കാണുന്ന പോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിൻ്റെ പുറത്തൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ബാക്കി വന്ന തരിയെല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇനി അരിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു സ്പൂണോ വിസ്കോണ്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സ് ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി വെക്കാം. കേക്കിന് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണിത്. കേക്കിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അത് ഞാൻ ഇവിടെ ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, വാനില എസൻസ്, 1/2 കപ്പ് ഓയിൽ. ഇനി മുട്ട ഒരു വിസ്കോ ഒരു ബീറ്ററോ ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ആദ്യം കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. വീണ്ടും ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അടിക്കുക. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ പൊടി വീതം ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യരുത്. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ച് ഹാർഡായി പോകും. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് വീണ്ടും ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ക്യാരറ്റ് ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് റൗണ്ട് ഷേപ്പിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യോ ബട്ടറോ തടവി കൊടുക്കണം.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ തൂവി കൊടുക്കുക. എന്നിട്ട് കൂടുതലുള്ള മൈദ കുടഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് മാവിട്ടിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിൻ ഒന്ന് പതുക്കെ കയ്യിലെടുത്ത് താഴേക്ക് തട്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ്റെ അകത്തേക്ക് നമുക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം പാൻ മൂടി 5 മിനിറ്റ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ കേക്ക് ടിൻ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പാൻ്റെ മൂടി തുറന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി പാൻ മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചതിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അതിന് ശേഷം ഒരു 50-55 മിനിറ്റ് വരെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ കുക്കിംഗ് ടൈം അത്ര കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ഫ്ലെയിമും അതുപോലെ ചൂടും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. എന്തായാലും നമ്മളൊരു 30-40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് വേണമെങ്കിൽ നോക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കേക്ക് കരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 50 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. തുറന്ന് നോക്കി നമുക്ക് സ്ക്രൂവർ വെച്ച് കുത്തി നോക്കാം. ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കേക്ക് കുക്കാനുണ്ട്. വീണ്ടും നമുക്ക് മൂടി ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കേക്ക് നല്ല പാകമായിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് കുത്തി നോക്കാം. സ്ക്യൂവറിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കേക്ക് നമുക്ക് പാനിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. കേക്ക് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ആ കേക്കിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ടവലിട്ട് മൂടിയിടുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. കേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഈ പാനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ബട്ടർ പേപ്പറെല്ലാം നമുക്ക് പൊളിച്ച് മാറ്റണം. ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത്യാവശ്യത്തിന് വലിയൊരു കേക്കാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 60 മിനിറ്റ് വന്ന് ഇത് പാകമായി കിട്ടാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഐസിങ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് പ്ലെയിനായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കേക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകഭാഗം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമാണ് കേക്ക്. അപ്പോൾ എന്തായാലും കേക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.